ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനൊരു വ്ളോഗായിട്ട് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തലേ ദിവസം സെറ്റാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 2 kg ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ബ്ലൂ കളറിൽ ഐസ് ബ്ലൂ ആണ് ഞാൻ ഈ ഒരു കളറിന് വേണ്ടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇവിടെ കൊണ്ടുപോവുകയാണ്. ഇത് മൂത്താപ്പൻ്റെ മോളാണ് കേട്ടോ. അവർക്കുള്ള കേക്കാണ്. അപ്പോൾ അവർ ഇവിടെ വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. രാവിലെ തന്നെ ആ ഒരു കേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോയതിൻ്റെ ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് ഒക്കെ ചെയ്ത് അതിനുള്ള ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഓരോ ബോക്സുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ് ആണല്ലോ, അപ്പോൾ ഫോണ്ടൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഫോണ്ടൻറ്റിൻ്റെ കട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റ് ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഈ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ നോമ്പിൻ്റെ മുന്നായിട്ട് തന്നെ ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റുഡൻസൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആവലും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്ത് വെക്കണം. അപ്പോൾ 10:13 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ലേറ്റായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് 7 പേരാണ് ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് കാണുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ്. വീഡിയോസ് സ്ഥിരം കാണാറുള്ളവരാണ്. അപ്പോൾ ക്ലാസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് ക്ലാസ്സിൽ അവർ ഷാർപ്പ് എഡ്ജും കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പഠനെ കാണിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇവിടെ ഫോണ്ടൻറ്റ് വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിച്ചു കൊടുത്തത് അവർക്ക് ടെഡ്ഡി ബിയറാണ്. ടെഡ്ഡി ബിയർ നമ്മൾ കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അവരെ കൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും അവർക്ക് കൊടുത്തിട്ടുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ട് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരെ ഫോണ്ടൻറ്റ് വർക്ക് ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടെഡ്ഡി ബിയർ നല്ല ക്യൂട്ടായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ടെഡ്ഡി ബിയർ ചെയ്യണത്. ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫേസ് ആയിട്ടൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മാഷാഅല്ലാഹ് എല്ലാവർക്കും നല്ല കഴിവുണ്ട്. എല്ലാവരും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു കേട്ടോ. നല്ല നീറ്റാക്കിയിട്ട് തന്നെ എല്ലാവരും ടെഡ്ഡി ബിയറിനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ടെഡ്ഡി ബിയർ ഇതാണ് കേട്ടോ, അവരെന്നെ സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്ലൗഡ് ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കലായിട്ടോ. ഫുഡ് കഴിക്കേണ്ട ടൈമായപ്പോൾ നമ്മൾ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഫുഡ് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ യൂണിക്കോൺ ഉണ്ടാക്കി ക്ലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ യൂണിക്കോൺ, പിന്നെ അതിൻ്റെ ശേഷം റാബിറ്റ്, പിന്നെ ഒരു കപ്പിൾ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ പഠിപ്പിച്ച് കൊടുക്കലും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കൂടി പോയപ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ് കേട്ടോ ഇതെല്ലാം. ടെഡ്ഡി ബിയറിനൊക്കെ അവർ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിക്കോണും കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എന്താണ് പറയുക, റാബിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം കുറച്ച് ലേറ്റായിപ്പോയി. അതുപോലെ കപ്പിൾ, അപ്പോൾ ഒരു ബോയും ഗേളും കൂടി ഇരിക്കണം, അങ്ങനെയാണ് കേട്ടോ കപ്പിളിൻ്റെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല, കാരണം ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ടാണ് നമുക്ക് ടൈം അവിടെ ഒരുപാട് പോയത്. അപ്പം കറക്റ്റ് ടൈമിന് വന്നാന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി എല്ലാവരെ കൊണ്ടും ചെയ്യിക്കായിരുന്നു. പക്ഷെ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പം ഏകദേശം അവർക്ക് മനസ്സിലായി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ. എല്ലാവരും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് വീണ്ടും ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നോമ്പിൻ്റെ മുന്നായിട്ട് തന്നെ ഒരു ക്ലാസ് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സാണ്, വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണത്.
എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ക്ലാസ്സോ പിന്നെ അതുപോലെ കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്റ്റോറി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്